നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമല്ലോ. അപ്പൊ ഇന്ന് രാവിലെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ദിവസം തന്നെയാണ്. കാരണം വെറുതെ ഇന്ന് നമുക്ക് ചേച്ചിമാരൊക്കെ പണിക്കുണ്ട് പറഞ്ഞില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാ രാവിലെ ഫുഡുണ്ടാക്കേണ്ട പരിപാടിയൊക്കെ ഉള്ളപ്പോൾ പുറത്തടുപ്പിൽ നമ്മൾ ചോറിന് വെള്ളമൊക്കെ വെച്ച് വെള്ളമൊക്കെ നല്ലവണ്ണം ചൂടായ സമയത്ത് ഞാൻ അരി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ മട്ടരി ആയതുകൊണ്ട് നല്ല വേവാൻ ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ചോറ് അവിടെ കിടന്ന് വേവണ്ടേ, കാരണം ഒരുപാട് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇവിടുത്തെ അടുപ്പിൽ നമുക്ക് കറിയും കാര്യങ്ങളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ചിക്കൻ കറിയാണ് ഇന്ന്. എണ്ണ തീർന്നു കിട്ടുമോ തോരൻ വെക്കാൻ നോക്കിയപ്പോഴാണ് കുറച്ചുണ്ടാകും. ഞാൻ ചിക്കൻ കറി വെക്കാൻ വേണ്ടി എടുത്തപ്പോഴേ എണ്ണ തീർന്നു. അപ്പോൾ ഞാൻ പൊട്ടിച്ച് ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിരിക്കുമല്ലോ. ഇരുമ്പ് ചട്ടിയിലാണ് വെക്കുന്നത്. വെളിച്ചെണ്ണയുടെ വില കാരണം ഞാനിതാ വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് മാറിയിട്ട് ഓയിലാട്ടോ എടുത്തിട്ടുള്ളത്. ഇന്ന് പിന്നെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പണിയാനൊക്കെ പറ്റും. മഴ ഇല്ലെങ്കിലും മൂടൽ തന്നെയാണ്. കുറച്ചുകൂടി ഇന്ന് വരാനില്ലല്ലോ, അങ്ങനെ വെക്കുന്നു. അതിന് കുറച്ച് നേരം മല്ലിക്കിട്ടാനുള്ള ടൈം എനിക്കില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീർക്കുകയും അടുത്ത പണികൾ കൊടുക്കാനും ചൂടാവട്ടെ. ഞാനിവിടെ ചിക്കൻ കറിക്ക് അരിപ്പും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുള്ള മസാല എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് എത്രത്തോളം വെള്ളം വരുന്നുണ്ട് നോക്കി നമുക്ക് അതിനനുസരിച്ച് ബാക്കി വെള്ളം ഒഴിക്കാന്ന് വെച്ചാൽ അപ്പോൾ ഒഴിക്കാതിരുന്നത്. ചിക്കൻ നമുക്കിനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മുടെ ആവണിക്കുട്ടിയുടെ കുറേ വിക്രസുകൾ ഉണ്ടായതുകൊണ്ട് ഇവിടെ ഞാൻ പതുക്കെ ഒരു സംഭവം കൊടുത്തിട്ടൊന്ന് ഹാളിൽ കൊണ്ട് ഇരിക്കണം. അല്ലാതെ ചിലപ്പോൾ എന്നെ പണിയെടുക്കാനും സംഭവിക്കണം. കാരണം ഞാൻ തവിയെടുത്ത് അപ്പം ആൾക്ക് കിടക്കണം, ആൾക്ക് കുക്കിങ് ചെയ്യണം, അങ്ങനെ ഓരോ പണികളൊക്കെ ആയിരുന്നു. എന്നാലും അവളിപ്പോൾ അവിടെ പോയിരിക്കുവാണ്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ രണ്ടടുപ്പിലും ഒരേ സമയം നമ്മുടെ കൈ എത്തിക്കാതെ തന്നെ ചിലപ്പോൾ ഒന്ന് കഴിയാനൊക്കെ ചാൻസ് ഉണ്ട്. എണ്ണ ചൂടായത്തേക്ക് നമുക്ക് കടി കാണിട്ട് കൊടുക്കാൻ വേണ്ടി പോണത് കുറച്ച് കുറയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറി ബഹളമൊക്കെ ഉണ്ടാവും. കിച്ചണിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി തിളച്ചതിന് ശേഷമാണ് ഈ ചിക്കനിലേക്ക് ഒഴിക്കുന്നത്. പൊടികളും കാര്യങ്ങളെല്ലാം വറുത്തെല്ലാം സെറ്റാക്കി. അതുകൊണ്ട് പിന്നെ ഞാൻ പച്ചവെള്ളം അങ്ങനെ ഒഴിക്കാറുണ്ട്. അടുത്തത് വെള്ളം തിളയ്ക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. ചിലവിടാ നമ്മുടെ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. അപ്പോൾ ബീട്രൂട്ട് ആണെന്ന് നമ്മുടെ തോരൻ. അപ്പോൾ ബീട്രൂട്ടും അതേപോലെ തന്നെ ഇതാ സവോള, പച്ചമുളക്, തേങ്ങ എല്ലാം പാടി ഞാൻ ഒരു പ്ലേറ്റിൽ തന്നെയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കാരണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷമാണ് ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഞാൻ തീ നല്ല രീതിയിൽ തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുവാണേ. ചേച്ചിമാർ എത്തി കിട്ടും, അവർ പോയിട്ടുണ്ട് പറമ്പിൽ. പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ അവർക്ക് കൊടുത്തു വിട്ടു. ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ആയിട്ട് ഞാൻ ഇടാറുള്ളത്. പിന്നെ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇടാറുണ്ട്. ഇതിലും ഒന്ന് മിക്സ് ചെയ്യുന്നതിൻ്റെ ആ കൂട്ടത്തിൽ. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ അതിൽ ഇട്ടതുകൊണ്ട് പിന്നെ എൻ്റെ അടുത്ത് കറിവേപ്പിലയുടെ കുറച്ച് അവൈലബിലിറ്റി കുറവായതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഒന്ന് എടുക്കട്ടെ. മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മതി. ഉപ്പ് ആവശ്യത്തിന് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഉപ്പും എല്ലാം അതിലേക്ക് പിടിക്കണം. തേങ്ങയെല്ലാം പിന്നെ നമുക്ക് ഇളക്കുമ്പോൾ എല്ലാവരും നേരെ എത്തിയില്ലെങ്കിൽ പോയി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണോണ്ടേ അതിന് പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് സെറ്റ് ആക്കുമ്പോൾ കൈ വെച്ചിട്ട് തന്നെയാട്ടോ മിക്സ് ചെയ്തത്. അപ്പം എന്തായാലും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് 7 പേരാണ് പഠിക്കുന്നത്. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പൊള്ളലൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. കറി എടുക്കട്ടോ. ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. വെള്ളം ഒഴിക്കാതെ ആ ഒരു ആദ്യം തന്നെ വരുമ്പോഴും പിന്നെ ചെറുതായിട്ട് അരിതാണ് നമ്മൾ അരിക്കുന്നത്. എനിക്ക് ഞാനായിട്ടോ അരിഞ്ഞാൽ പിന്നെ പെട്ടെന്ന്
ആദ്യമൊക്കെ മേളിലേക്ക് നല്ല രീതിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഒതുക്കിയൊന്ന് വെക്കാം. ഒരു 2 ആവി വരുമ്പോഴത്തേനും പെട്ടെന്ന് ആവും, കാരണം നമ്മൾ അത്രയും ചെറുതായിട്ടാണല്ലോ എല്ലാം അരിഞ്ഞിരുന്നത്. അതിൻ്റെ തൊട്ടടുത്തുള്ള അടുപ്പിൽ നമ്മുടെ ചിക്കൻ കിടന്ന് തിളച്ച് മറിയുന്നുണ്ടേ. ഇതൊക്കെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ ഒരു വെള്ളം തന്നെയാണ്. അപ്പം എന്താ പറയുക, ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. നമ്മുടെ വെള്ളമൊക്കെ കെറ്റിയിട്ട് ഇങ്ങനെ തിളച്ച് കിടക്കുവാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് നോക്കിയിട്ട് ചാറിന് ആവശ്യമായിട്ടുള്ളൂ, വേവാൻ ആവശ്യമായിട്ടുള്ളൊരു കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്താ അവനിക്കുട്ടി, അമ്മതാ വരുവാ. നല്ല തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ പിന്നീട് നമ്മളിപ്പോൾ ചിക്കനൊക്കെ ഇതേപോലെ സെറ്റ് ആയതിനു ശേഷം പിന്നെ നമ്മൾ പൊടിയൊക്കെ വറുത്തിട്ട് തന്നെയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റ് വരുള്ളൂ. പിന്നെ പച്ചവെള്ളം ഒഴിച്ച് നമ്മൾ പൊടിയൊക്കെ വറുത്തിട്ട് പിന്നെ അതിൽ പച്ച ചൊയൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട് പൊടികൾക്കൊക്കെ. തിളച്ച വെള്ളമാണെങ്കിൽ പെട്ടെന്ന് തന്നെ പണിയും തീരും. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ തിളച്ചതുകൊണ്ടേ പെട്ടെന്ന് തന്നെ തിള വന്നോളൂ. ചിക്കനിൽ കിടന്ന് നല്ല രീതിയിൽ ആവി ഇങ്ങനെ വരുന്നുണ്ടേ. എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ഇത് അടയ്ക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഇടയ്ക്കട്ടെ 2 ആവി വരുമ്പോഴത്തേനും വേവെന്ന രീതിയിൽ നമ്മൾ കറക്റ്റ് അടച്ചു കൊടുക്കണം. പിന്നെ ഒരുപാട് ഫ്ലെയിം ഒന്നും കൂട്ടി വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റാക്കി വെച്ചിരിക്കും. 2 ആവി വരുമ്പോഴത്തേനും ആവണി നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചാൽ മതി കേട്ടോ. ആവണിക്കുട്ടി ഇത് അച്ഛനും കൂടെ എന്തൊക്കെയോ ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്താ നമ്മൾ അടച്ചു വെക്കാൻ പോവാണ്. കൈയോടെ എടുത്ത് വെച്ചിട്ടാണെങ്കിൽ അവസാനം ഇതൊക്കെ എനിക്ക് പണിയോട്ടോ ഫുള്ള് നേരം കഴിഞ്ഞാൽ. അപ്പോൾ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ടല്ലോ, അതൊക്കെ കഴുകണം. ഞാൻ ചിക്കൻ കറി വെച്ചിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള വലിയ ചീരച്ചട്ടി വെച്ചിട്ടാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അടയ്ക്കാൻ പാകത്തുള്ള അടപ്പ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ട് അടയ്ക്കുവാണ്. ഇതാകുമ്പോൾ അത് ഫുള്ള് കവർ ചെയ്താൽ നിന്നോളൂ. മറ്റേ ഇതിൻ്റെ കയ്യിൽ ചെറിയ അടപ്പായതുകൊണ്ടേ ഇത് കറക്റ്റ് ആ ഒരു വട്ട റൗണ്ടായിട്ട് കവർ ചെയ്ത് കൊടുക്കും. തീയൊക്കെ ഫുള്ള് ഇട്ട് കൊടുക്കുവാണേ, ഒന്ന് വേവട്ടെ. ഇനി ആ സമയം കൊണ്ട് ഞാനിതാ ഇവിടെ ഒന്ന് തുടച്ചിടാൻ വേണ്ടി പോവാണേ. തുടയ്ക്കാൻ അതേപോലെ തന്നെ കുറച്ച് പാത്രങ്ങളുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. അപ്പത്തേനൊക്കെ ഒന്ന് വേവുമല്ലോ. അതിനിടയ്ക്ക് നമുക്ക് എന്തായാലും പുറത്തടുപ്പിൽ ചോറ് വെച്ചുകൊണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കൊന്ന് പോയി നോക്കിയായിരുന്നേ. ഈ കത്തുന്നുണ്ട്. അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അരിയൊക്കെ തിളച്ചു തുടങ്ങി. എന്ത് പറഞ്ഞാ എടുക്ക ആവണിക്കുട്ടി വീണ്ടും അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കുവാണേ. എന്തേ അമ്മ എടുക്കാലോ? അമ്മ എടുക്കാം. രാവിലെ ഭക്ഷണം കൊടുത്തൊന്നും കഴിക്കാതെ ഇങ്ങനെ പുറകെ നടക്കും ആള്. അമ്മ എടുക്കാം കേട്ടോ. നമ്മളെ എണ്ണ ഒഴിച്ച് വെച്ചിരിക്കണം. അപ്പൊ കുറച്ചുകൂടി എണ്ണ വരാനും കിട്ടും. ഫുള്ളായിട്ടൊന്ന് വരട്ടെ. എന്താ പറയണേ അമ്മേ? അതാ അവിടെ നോക്കി. ആരെവിടെ? ഇവിടെ ഭയങ്കര ചൂടാണ് ആവണിക്കുട്ടി, പൊള്ളും. അതുകൊണ്ടാണ് ഞാൻ ആളവിടെ കയറ്റി നിർത്താറ്. പക്ഷെ അവൾക്ക് ഇവിടെ കയറി നിക്കണം കേട്ടോ. എന്നിട്ടൊക്കെ കയറ്റി നിർത്തി ശരിയാവില്ലല്ലോ, കാരണം ഫുള്ള് ഞം ഉണ്ടാക്കാൻ വന്നാണോ? പിന്നെ സഹായിക്കാൻ വരുന്നത് അവസാനം ഒന്നും കൂട്ടും കുറയ്ക്കൊന്നും ചെയ്യണ്ട. അമ്മ കറക്റ്റ് ആയിട്ട് വെച്ചിരിക്കണേ. ഇതാ നമ്മള് അടുക്കളയുടെ സ്ലാബൊക്കെ കൈയോടെ തുറച്ചിരിക്കുവാണേ. എന്താ പൊന്നാ നമ്മ വന്നു കേട്ടോ. കുറച്ച് പാത്രം കൂടി നമ്മത് കഴിഞ്ഞിട്ട് ഓടി വരാം. എന്താ പറയണേ? എന്തൊക്കെയോ ഞാൻ ചോദിക്കുന്നുണ്ട്. ആൾ എടുക്കാൻ വേണ്ടിട്ടാണ്. പക്ഷെ എടുത്ത് കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ പാത്രം കഴുകുക. നമ്മൾ അവളെ കൂട്ടി 10 നേരത്തെ ഇരിക്കും കേട്ടോ. 6 മണിക്കൊന്നും അവൾ അങ്ങനെ ഇരിക്കാറില്ല. പക്ഷെ 6 മണിക്ക് എണീച്ചിട്ട് പക്ഷെ 6 മണിക്കൊക്കെ എണീച്ചിട്ട് 6 മണിക്ക് എണീച്ചതുണ്ടാവും. നീച്ചപ്പോ തുടങ്ങി എന്റെ പുറക്കെ നടക്കും കേട്ടോ. പിന്നെ അങ്ങനെയാണല്ലോ, എനിക്ക് പണി കുറച്ച് കൂടുതലുള്ള ദിവസം അവിടെ എങ്ങനെയാന്ന് അറിയില്ല. കണ്ടാത്ത നേരത്തെ എണീച്ചു അമ്മയെ സഹായിക്കാൻ എണീച്ചതാ. എടുക്കാത്തതിന് പിണങ്ങിയതാണെന്ന് തോന്നുന്നത്. അവിടെ കുട്ടി പിണങ്ങിയോടെ പറഞ്ഞാ കഴിഞ്ഞു.
മഴ മൂടൽ നല്ല രീതിയിലുണ്ട്. പെയ്യുമെന്ന് അറിയില്ല കേട്ടോ. മഴ പെയ്തതിന് നമുക്ക് പറമ്പിലുള്ള പണികളൊക്കെ ചെയ്യാനാണെങ്കിൽ കുറച്ച് ടാസ്ക് ആട്ടോ. കാരണം നമ്മുടെ ആ ഒരു ഭാഗം അത്യാവശ്യം തെന്നലൊക്കെ ഉള്ളതുകൊണ്ടേ നമുക്ക് മഴ ഇല്ലാത്തപ്പോൾ ചെയ്യണത്രയും ഒരു ചെയ്യാൻ വേണ്ടി പറ്റില്ല. മഴ പെയ്യാത്തത് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും പൊതുവെ. രാത്രിയൊക്കെ നല്ല തണുപ്പായിരുന്നു. ഇന്നലെ ഞാൻ മഴ പെയ്യുന്നില്ല. ഇന്നലെ ഇതേ ക്ലൈമറ്റ് തന്നെയായിരുന്നു കേട്ടോ. നല്ല മൂടൽ തന്നെയായിരുന്നു. ഇന്നലെ ചെറുതായിട്ട് ചാറിയായിരുന്നു കേട്ടോ മഴ. വൈകുന്നേരമൊക്കെ ആയപ്പോൾ അതൊക്കെ ആയിരിക്കുന്നത് നല്ല തണുപ്പായിരുന്നേ. പക്ഷെ ഇന്നത്തെ അപേക്ഷിച്ച് കോട കുറവുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. നമ്മുടെ ഈ പാത്രം കൈകളുടെ പണിയൊക്കെ ഏകദേശം തീരാനായിട്ടുണ്ട്. ഞാൻ ഈ കറിക്കൊക്കെ തലേ ദിവസം അരിഞ്ഞു കഴിഞ്ഞോണ്ട് എനിക്ക് രാവിലെ കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ നമ്മുടെ മാവേനെ വെച്ചിട്ട് നമുക്ക് ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ നല്ല ടാസ്ക് കേട്ടോ. അവിടെ ഞാൻ വാശി പിടിച്ചുകൂടി ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം പ്രോപ്പർ ടൈമിലൊന്നും ആവാതെ പോയി തോന്നും. ഇപ്പം വൈകുന്നേരം അരിഞ്ഞായിരിക്കും നമുക്ക് കുറേയൊക്കെ എളുപ്പം കിട്ടുന്നുണ്ട്. ഇനി എന്താ അവിടെ കൂട്ടി നമുക്ക് പണി? ആളുകൂട്ടി അപ്പാപ്പം കഴിച്ചില്ല അല്ലേ? പിന്നെ നല്ല രീതിയിൽ ചിക്കൻ ആ ഒരു നന്നായിട്ട് നോക്കുന്നതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഞാനേ ഫ്ലെയിം ഒന്ന് കുറച്ച് ഓഫാക്കി കുറച്ചിരിക്കുവാണേ. കഴിഞ്ഞു വരുവാട്ടോ. എന്തിനു ഉടുപ്പൂരണേ? ഉടുപ്പൊക്കെ ഊരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തിനു ഉടുപ്പൂരണേ? കുപ്പി ഊരണ്ട. അമ്മ കുളിക്കാൻ നേരത്ത് വിളിക്കാം കേട്ടോ. കഴിഞ്ഞു അമ്മ വന്നു. ഇതാ പാത്രം കൈകളും അടുക്കളയും നല്ല രീതിയിൽ നമ്മൾ സെറ്റാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും തോരൻ ഇളക്കി കൊടുക്കണം. കാരണം ഇപ്പോൾ കുറച്ച് ടൈം ആയാലും അപ്പോൾ നമ്മൾ തോരനും ഇളക്കണം. അതേപോലെ കറി എന്താ അവസ്ഥ നോക്കണം. പിന്നെ പുറത്ത് പോയിട്ട് നമ്മുടെ ചോറ് കൂടിയും നോക്കാം കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക് അടുത്ത പണിയിലേക്കൊക്കെ ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട്. എന്താണ് നമ്മുടെ തോരൻ്റെ അവസ്ഥ നോക്കിയത്? ഈ നല്ല കൊത്താണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഒന്നൊരു വേവാനുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണ്. പിന്നെ ഉപ്പിൻ്റെ ആവശ്യമില്ല. വേവട്ടെ. വെള്ളം ഒട്ടും ചേർത്തിട്ടില്ലല്ലോ. നമ്മുടെ ഒരു ബീട്രൂട്ടിൽ തന്നെ അത്യാവശ്യം നല്ല വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ വാങ്ങിയിട്ടുള്ള ബീട്രൂട്ട് ആണോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് ആണോ, ഒട്ടും വാടിയിടുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് അരിയുമ്പോൾ തന്നെ അരി വാട്ടിക്കണ്ടിട്ട് നല്ല രീതിയിൽ പുറത്തേക്ക് നമ്മൾ അരി ഇങ്ങനെ കുത്തി അരിയാണോ ചെയ്തിരുന്നത്. കുത്തി അരിയുമ്പോൾ നന്നായിട്ട് തെറിക്കില്ല. അതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നല്ല രീതിയിൽ വാടക്കാനായിട്ടുള്ളതുകൊണ്ട് എന്നാലും എല്ലാം ഒന്ന് അവിടെ നിന്ന് ആവട്ടെ. ചിക്കൻ കൂടി ഇളക്കി കൊടുക്കട്ടെ. നല്ല രീതിയിൽ തിള വരുന്നുണ്ടേ. ഇതിലേക്ക് ഞാൻ ഗരം മസാല ആയിട്ട് ചേർക്കുന്നത് ഞാൻ തന്നെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഗരം മസാല. എന്നാലും ഇതിന് മുന്നേ ഞാൻ ചിക്കൻ കറി വെക്കുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണുമ്പോൾ കൂടുതൽ അറിയ ഉണ്ടാവും അത് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗരം മസാലയ്ക്ക് പ്രത്യേക ടേസ്റ്റും അതേപോലെ നല്ല സ്മെല്ലും ആണ് കേട്ടോ. ഇത് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് വീട്ടിൽ തന്നെ കുറച്ച് ഉണ്ടാക്കുന്നതും കൂടിയാണല്ലോ. ചിക്കൻ കറിയിലും ഇപ്പോൾ കറക്റ്റ് ഉപ്പാണ്. ഇനി ഇത് വെന്ത് വരുമ്പോൾ ആ ചിക്കനിലേക്കൊക്കെ പിടിക്കുമ്പോഴത്തേനും ചിലപ്പോൾ ഉപ്പിൻ്റെ അളവ് കുറയാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കിയിട്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നുള്ളൂ കേട്ടോ. അല്ലാതെ ചിലപ്പോൾ കൂടി പോകാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഇപ്പോൾ കറക്റ്റാണ്. അങ്ങനെ ഇതാ നമ്മുടെ കറിയൊക്കെ ആവുന്ന ആ ഒരു ടൈം കൊണ്ട് ഞാൻ എന്താ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിടാൻ വേണ്ടി വന്നിരിക്കുവാണ്. അപ്പോൾ റൂമും അതേപോലെ തന്നെ സിറ്റ് ഔട്ട് ഞാൻ അടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിറ്റ് ഔട്ട് പിന്നെ രാവിലെ തന്നെ അടിച്ചിട്ട് തുടയ്ക്കലും കഴിഞ്ഞിട്ടുണ്ട്. കാരണം വരുന്നുണ്ട് രാവിലെ തന്നെ നോക്കിയപ്പോൾ സിറ്റ് ഔട്ടിൽ കൂടെ കിളികളുടെ കാഷ്ടവും അതേപോലെ തന്നെ
ചീവീട് നമുക്ക് വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല ചീവീടാണ്. അപ്പോൾ വൈകുന്നേരം നമ്മുടെ ഈവനിങ് ബ്ലോഗ് കാണുന്ന കൂട്ടുകാർക്ക് അറിയുണ്ടാവും. അപ്പോൾ നല്ല സൗണ്ടൊക്കെ ആയിട്ട് ഒരുപാട് ഉണ്ടാവും. ലൈറ്റും കൂടി ഇടുമ്പോൾ ലൈറ്റിൻ്റെ വെട്ടത്തിൽ കൂടെ അങ്ങനെ ഓടി കളിച്ച് അതിൻ്റെ ചിറകായിട്ട് അങ്ങനെ കുറേ ഉണ്ടാവും കേട്ടോ. അടിച്ച് ഇതാക്കാനൊക്കെ. അപ്പോൾ നല്ല കൈയോടെ അടിക്കുന്നതിൻ്റെ കൂടുതൽ തുടച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ആ ചൂല് ഇവിടെ കൊണ്ട് ഇട്ട താമസം കൊണ്ട് ആവണി കൂടി ചൂലെടുത്ത് അടി തുടങ്ങിയിട്ടുണ്ടേ. ഇനിയിപ്പോൾ ഇവിടെ ഫുള്ള് അടിക്കുന്നതാണ് തോന്നുന്നത്. എന്തായാലും എനിക്കിപ്പോൾ ഇനി അടിച്ചു വരാനൊക്കെ ആളായിട്ടുണ്ട്. വലുതാകുമ്പോൾ ഇതൊക്കെ ചെയ്ത് തന്നാൽ മതിയായിരുന്നു. എന്തായാലും ചൂല് താഴെ ഇടാതെ അടിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഓരോ ഡാൻസും കളിക്കുന്നുണ്ട്. ഓരോ ചുവട് വെക്കുമ്പോഴും ഓരോ ആക്ഷനൊക്കെ കാണിച്ചിട്ടാട്ടോ പാട്ടൊക്കെ പാടി. ഞാൻ പണിയെടുക്കുന്ന ടൈമിലായാലും അല്ലെങ്കിൽ എന്താ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിലൊക്കെ ഇതേപോലെ വന്നിട്ട് അവളെ കൊണ്ട് വരുന്ന രീതിയിലുള്ള സഹായങ്ങളായിട്ട് പിന്നെ ഓരോരോ കുസൃതികളൊക്കെ ആയിട്ട് നല്ല രസമാണ്. എനിക്കാണെങ്കിൽ ടൈം കിട്ടാറേ ഇല്ല കേട്ടോ. ഒന്നാമത് ഇവളും കൂടി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ടൈം പോണതേ അറിയില്ല കേട്ടോ. പിന്നെ അതിൻ്റെ പുറമെ ഓരോ പണികളൊക്കെ ആകുമ്പോഴത്തേനും സമയം പെട്ടെന്ന് അങ്ങ് പോകും കേട്ടോ. എന്തായാലും നോക്കിയേ ചൂട് താഴെ ഇട്ടിട്ടുണ്ട്. താഴെ ഇട്ട് അതേ സ്പീഡിൽ തന്നെ എടുത്തിട്ട് കൊണ്ടുപോയി. ഇനിയിപ്പോൾ അടിച്ചു വരാൻ നോക്കുമ്പോൾ ചൂട് തരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവരുടെ ഈ ഒരു കുസൃതികളൊക്കെ നമുക്ക് ഈ ഒരു പ്രായത്തിലല്ലേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് വല്ലാതെ മിസ് ചെയ്യും. അപ്പോൾ എന്തായാലും അവളുടെ കുസൃതികളൊക്കെ ആ ഒരു വഴിക്ക് അങ്ങനെ നടക്കരുതാ. ചൂലൊക്കെ എന്തായാലും ചോദിച്ചപ്പോഴത്തേനും തന്നിട്ടുണ്ട് കേട്ടോ. മേടിക്ക് കിട്ടി. എന്തായാലും ചൂല് തന്നിട്ട് വേറെ എന്തോ പരിപാടിയില്ല. അതെന്തോ ലക്ഷ്യമാക്കിയിട്ടാണ് എനിക്ക് ചൂല് തന്നതല്ല. അത് പെട്ടെന്ന് തരാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പോൾ അതെന്തോ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അതുകൊണ്ട് നടന്ന് അതിനിപ്പോൾ എല്ലാ കൂട്ടുകാരെയും കാണിച്ചു തരുന്ന തിരക്കിലാണ്. അപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിൽ പോയിട്ട് കൈയൊക്കെ പൊക്കി കാണിച്ചു തരുവാണേ. എന്തോ ഒരു ചെറിയൊരു ബോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ആണ് ഇപ്പോൾ ആൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോഫയുടെ അടിയിലൊക്കെ ചൂലിട്ട്. അപ്പോൾ ഈ ഒരു ചൂലായതുകൊണ്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത് മറ്റേ ഒരു പുല്ലിൻ്റെ ചൂലാട്ടോ. അപ്പോൾ അതാകുമ്പോൾ എനിക്ക് നേരെ സോഫയുടെ അടിയിലേക്ക് സോഫ ഫുള്ള് എപ്പോഴും നീക്കിയിട്ടിട്ട് വേണം നമുക്ക് അതിൻ്റെ അടിയൊക്കെ അടിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാകുമ്പോൾ ഒരു നമുക്ക് അതിൻ്റെ അടിയിലേക്ക് തന്നെ ഈ ഒരു അതായത് അധികം മണ്ണല്ലാതുകൊണ്ടേ അതിൻ്റെ ഉള്ളിലേക്ക് നേരെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ച് നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അടിയൊക്കെയാണ്. പിന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടം ഫുള്ളായിട്ട് തന്നെ സോഫയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി സെറ്റായി കിടക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ ഇന്നലെ ഞാൻ ഒരു കമൻറ്റ് കണ്ടായിരുന്നു എന്താ ഡീപ്പ് ക്ലീനിങ് വ്ലോഗ് ചെയ്യാൻ വേണ്ടി. അതായത് ഡസ്റ്റ് പ്രോ ബ്ലോക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേസിൽ മാസ്ക് ഒക്കെ കിട്ടുന്ന രീതിയിലൊരു ഡീപ്പ് ക്ലീനിങ് വ്ലോഗ് ചെയ്യുകയോ ചെയ്യിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ഇതിന് മുന്നേ എനിക്ക് ആ ഒരു വീഡിയോയുടെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കമൻറ്റ് വഴി തന്നെ. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ റിക്വസ്റ്റ് കാരണം ഞാൻ എന്തായാലും ആ ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാണാത്തൊരു ഫ്രണ്ട് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാകും. എന്തായാലും നമ്മളത് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്താൽ വരും. നമ്മുടെ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടിച്ചടിച്ചിതാ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കി അതിൻ്റെ പൊക്കത്ത് കയറിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾ വിളക്ക് വയ്ക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമ്മുടെ ആണിക്കൂടെ കുറേ ടോയ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ആളെടുത്ത് കളിക്കാറൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് പിന്നെ എടുത്ത് വെക്കാറ്. അപ്പോൾ കളിക്കുവാണെങ്കിൽ കളിച്ചോട്ടെന്ന് വെച്ചാൽ ഇടയ്ക്കൊരു മൂഡ് കയറും അങ്ങ് പോയി എല്ലാം എടുത്തിട്ട് വാരി വലിച്ചിട്ട് ഹാളിൽ കൊണ്ടുപോയിട്ടിട്ട് കളിക്കും. അങ്ങനെ എന്തായാലും അവളുടെ ടോയ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ ഒരു ഭാഗത്തും ഫുള്ള് നന്നായിട്ട് ഞാൻ അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇടയിൽ നമ്മളത് മാറ്റിയിട്ട് അടിക്കണോണ്ട് തന്നെ അവിടെ അങ്ങനെ പൊടിയോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും വണ്ടിയിൽ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ ആൾ. തൊട്ട് കൂടെ വണ്ടിയൊക്കെ പോകുമ്പോൾ അവർക്ക് ഡാറ്റയൊക്കെ കൊടുത്തിട്ട് വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ടു ആളുടെ. അപ്പോൾ അതിലിങ്ങനെ പാട്ടൊക്കെ ഇട്ടിട്ട് ഇടയ്ക്ക് അവിടെ കിടന്ന് ഡാൻസും കളിക്കുന്നു. അപ്പോൾ ആളുടെ മൂഡിനനുസരിച്ചിട്ടാട്ടോ ഓരോ പരിപാടികളും. അങ്ങനെ അടിച്ചു വരിയതിന് ശേഷം പിന്നെ ഡെറ്റോൾ ഇട്ടിട്ടാണ് ഞാൻ തുടയ്ക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു പാട്ട് ചെയ്യുന്ന സംഭവത്തിൽ ഞെക്കിയിട്ട് അതിൻ്റെ പൊക്കത്തിലേക്ക് കയറാനുള്ള ശ്രമമാണ് കേട്ടോ നടത്തുന്നത് നമ്മുടെ കുട്ടിക്കുറുമ്പി. ചൂലിന് വേണ്ടി എന്താണ് ബഹളം വെക്കാതെ വാങ്ങിക്കാതെ ഇരിക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു തൊട്ട്. അപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് ചൂല് ആളുടെ കയ്യിലേക്ക് അടിച്ച് മാറ്റിയിട്ടുണ്ടേ. അപ്പോൾ ചൂല് വാങ്ങിച്ച് മാത്രമല്ല കേട്ടോ അടിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വലിയ കുട്ടിയൊക്കെ ഞങ്ങളിത് സ്വന്തമായിട്ട് അടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അടിക്കുന്നത്. ഞങ്ങളുടെ വെറൈറ്റി മോഡൽ അടിയൊക്കെ എല്ലാ കൂട്ടരും കാണേണ്ടി വരും കേട്ടോ. അപ്പോൾ നോക്കി അടിച്ചവിടെയൊക്കെ തന്നെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് അടിച്ച് കുപ്പയൊക്കെ ഫുള്ള് നിരത്തിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും എനിക്ക് ഇരട്ടി പണി ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. ഇത് കൂടാതെ ഇടയ്ക്ക് അടുക്കളയിൽ നിന്ന് ഓരോ പാത്രങ്ങളും ഗ്ലാസും ഓരോ തവി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് ഇതേപോലെ ഹാളിൽ കൂടെയൊക്കെ ഇടാം. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയി ഒരെണ്ണം എടുത്തിട്ട് വന്നിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്ന പറഞ്ഞപ്പോഴത്തേനും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു എന്തോ പാത്രം കേട്ടോ ഒപ്പം എടുത്തിട്ടുള്ളത്. എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, അത് കൂടാതെ നമ്മുടെ ഫാമിലിയിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം നമ്മുടെ കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നോക്കിയതാ താഴത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് മേളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. സോഫയിലാണ് ഇനി അടുത്ത എല്ലാ വിക്രസും ഞങ്ങൾ ഒപ്പിക്കാൻ വേണ്ടി പോണത്. എന്തായാലും അവൾ അവിടെ ഇരുന്ന് കളിക്കട്ടെ. നമ്മുടെ അടിച്ചുവാരിലൊക്കെ ഏകദേശം എല്ലാം കഴിയാനായിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഉള്ളൂ. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് തുടയ്ക്കണം. അപ്പോൾ അതിന് മുന്നായിട്ടേ നമ്മൾ തോറ്റ കളിപ്പിൽ വെച്ചിട്ടാണല്ലോ ഇങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതെന്താ അവസ്ഥ നമുക്ക് പോയി നോക്കാം. തോറ്റൊക്കെ അടിപൊളിയായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു ആവി കയറിയപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കാം ഇനി. അപ്പോൾ നമുക്ക് ഇന്ന് കുറേ പേര് പണിക്കുള്ളതുകൊണ്ടെങ്കിൽ എന്താ വലിയ കാലത്തിലാണോ നമ്മൾ ചോറ് വെച്ചിട്ടുള്ളത്. ആ ചോറ് വന്നപ്പോൾ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് വാർക്കാം കുറച്ച് പ്രയാസമായതുകൊണ്ട് ഏട്ടൻ വന്നിരിക്കും കേട്ടോ വാർത്ത തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ചോറ് വാർത്തിട്ടുണ്ട്. വലിയ കലായതുകൊണ്ട് കുറച്ച് ടാസ്ക് ആയിട്ടൊന്ന് വാർക്കാൻ വേണ്ടിയിട്ട്
ചോറ് കളക്കുന്ന സൗണ്ട് കേട്ടത് അച്ഛൻ അടുക്കളയിൽ വന്നിട്ട് താവണിക്കുട്ടി ഓടി വന്നിരിക്കും കേട്ടോ അങ്ങോട്ടേക്ക്. അപ്പോൾ താവണിക്കുട്ടി ഞാനൊരു കയ്യിൽ പിടിച്ചിരിക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വാർത്തുകൊണ്ടിരിക്കുകയുള്ളൂ. ഒന്നാമത് നല്ല വെയിറ്റും ഉണ്ട് ഒരു സംഭവം. പിന്നെ തിളച്ച വെള്ളം കൂടെ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യണത്. ചോറത്തെ വെള്ളമൊക്കെ ഒന്ന് വരുമ്പോഴത്തേക്കും നമുക്കിത് തുടച്ച് ഇടാം കേട്ടോ. കാരണം നമ്മൾ നേരത്തെ അടിച്ചിട്ടാണല്ലോ പോയിട്ടുണ്ടായിരുന്നത്. അവണിക്കുട്ടി ഉണ്ട് കേട്ടോ, കാണാത്തതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കണ്ട. ആളത് അവിടെ തന്നെ ഉണ്ട്. സൈക്കിള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി കളിച്ചിട്ട് ആളുടെ സൈക്കിൾ അങ്ങോട്ട് കൊണ്ടുവച്ചിരിക്കും കേട്ടോ. അപ്പോൾ ആളിപ്പോൾ സോഫയിൽ കയറി ഇരിക്കുവാണേ. ഈ സോഫയിൽ കയറി ഇരിക്കണമെന്ന് നോക്കണ്ട കേട്ടോ, നിമിഷ നേരം കൊണ്ട് ഇവിടെ എത്തിട്ടോ. അവനെക്കുട്ടി ഒതുങ്ങിയിരിക്കുന്നു പറഞ്ഞിട്ട് എന്ത് തോന്നിയെന്നറിയില്ല. ആട്ട് സോഫയിൽ കയറി ഇരിക്കുന്നതിൻ്റെ തുടക്കിയാണ് വഴിക്ക് വീഴുന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും കൈയോടുന്ന് ഫാനും കൂടി ഇട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങും കൂടി ചെയ്യുമല്ലോ. ചോറൊക്കെ വാർത്തോടുകൂടി നമ്മുടെ പുറത്തെടുപ്പ് ഫ്രീ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഡോഗിന് വൈകിട്ട് കൊടുക്കാനുള്ള ഫുഡില്ല. അതുകൊണ്ട് ഞാൻ നേരെ ആ ഒരു കനൽ പോകുന്നതിന് മുന്നേ അതിൽ പോയിട്ട് ചോറൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഫാനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നല്ല വെയിലായിട്ടുണ്ട്. ക്ലൈമറ്റൊക്കെ നല്ല വെയിൽ ചേഞ്ച് ചെയ്താൽ നല്ല വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫാനൊക്കെ കൊടുക്കണം, കാരണം അവിടെ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുവാണല്ലോ. നമ്മുടെ വീട്ടിലത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു. ചേച്ചിമാരായാലും ഫുഡൊക്കെ കഴിച്ച് പറമ്പിലേക്ക് തിരിച്ച് പോയിരിക്കണം. അപ്പോൾ ഞാനേ ചായ കൈയോടെ കൊടുത്തു വിടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചായയൊക്കെ ഇടിച്ചുമ്പോൾ നമുക്ക് ചായയും കൊണ്ട് പോകണം. നമ്മുടെ അവൻ കൂടി ഫ്രണ്ടിൽ ചെരുപ്പ് കിട്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല നല്ല വെയിലായിരുന്നു. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഒരു മൂടലൊക്കെയാണ്, പക്ഷെ ആ ഒരു മൂടലൊക്കെ മാറുന്നത് നല്ല വെയിലായിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും അത് ചായയും കൊണ്ട് പോകുക. അതേപോലെ തന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, കുറച്ച് കൊല വെട്ടാൻ അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ എന്തായാലും ഏറ്റവും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ആണി പോവാടാ, പോവാ. ചെരുപ്പ് കിട്ടില്ല, ഒറ്റയ്ക്ക് ചെരുപ്പ് കിട്ടിയിട്ടുണ്ട് കാണുന്നുണ്ടായാലും. പതുക്കെ പതുക്കെ പോ, വീഴല്ലേ എവിടെയും നമ്മള് ഡയാനയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് നേരം അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ നല്ല വെയിലൊക്കെ ഉള്ളത് നമുക്ക് ഡയാനയും കൂടി പറമ്പിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അതൊക്കെ ഇങ്ങനെ വരാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നല്ല കുറച്ച് നേരം കൊണ്ടുപോകും. പിന്നെ ഒരു ദിവസം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ആളെ ഇതേപോലെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ കൊണ്ടുപോകാറുണ്ട്, വെയിലൊക്കെ ഉള്ള ടൈമിൽ. അപ്പോൾ ഇന്നിപ്പോൾ നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് അട്ടയൊക്കെ കുറവുണ്ട്. അപ്പോൾ എന്നാലും ഡയാനെ നമ്മൾ കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ആളെ കൂടി നോക്കി ഫ്രണ്ടിൽ പോകേണ്ടത്. അപ്പോൾ അത്യാവശ്യം വെയിലായതുകൊണ്ട് ഞാൻ തോർത്തൂടി എടുത്തിട്ട് നമ്മുടെ ആവണിക്കുട്ടിക്ക് തോർത്തോ അല്ലെങ്കിൽ തൊപ്പിയൊക്കെ എടുത്ത് വെച്ചാൽ ആൾ വെക്കുമെന്ന് അപ്പം ഞാൻ തൊപ്പി എടുത്ത് ആൾക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ തൊപ്പി എടുത്തില്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ടില് പോകണ്ടേ ഡയാന, വെയിൽ കായാൻ വേണ്ടി കിടക്കുവാണല്ലോ. ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മ ചോദിച്ചിട്ട് നക്കി തുടക്കുകയാണ്. എന്താണ് കാറ്റ് പോവാണോ? നീയോ കാറ്റ് പോവാണോ? അമ്മ പിടിക്കാ ആൺകുട്ടി കാട്ടിലേക്ക് കൊണ്ടുപോകാം. അതേപോലെ തന്നെ കൂട്ടുകാരെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കാപ്പിയുടെ തൈലുണ്ട്. അപ്പോൾ കാപ്പിയുടെ തൈലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കാപ്പിയുടെ കുരുണ്ട് കേട്ടോ. അപ്പം മൂക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഈ ഒരു ലെവലായി നിൽക്കണം. അപ്പോൾ എന്തായാലും കുറച്ച് ടൈം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാപ്പിക്കുരുയൊക്കെ നല്ല രീതിയിൽ കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങും. അപ്പോൾ കാപ്പിക്കുരുവിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആകുമ്പോൾ ഒരുപാട് കളറുകൾ വരും കേട്ടോ. അതായത് ഇത് പച്ചയിൽ ഒരു ചുമപ്പ് വരും, അതേപോലെ ഒരു കാപ്പി കളർ വരും, അങ്ങനെ പല പല കളർ. പിന്നെ നല്ലോണം ഉണങ്ങുന്നതനുസരിച്ച് വീണ്ടും കറുപ്പ്, അങ്ങനെ പല പല കളറിൽ ഇങ്ങനെ കാണാൻ വേണ്ടി ഒരു പ്രത്യേക രസമാണ്. ഫുള്ളൊരു കളർഫുള്ളായിട്ട് എന്താ പറയുക, ചെറിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വിരിഞ്ഞിരിക്കും, ഒരു പ്രത്യേക രസമാണ് കാണാൻ വേണ്ടി. ഫുള്ള് ഒരേ ലെവലിൽ തന്നെ പഴുത്തൊക്കെ തുടങ്ങുന്നു. അത്യാവശ്യം നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ പറിക്കും. എന്നാലും ടൈം ആയിട്ടില്ല. അപ്പോൾ കുറച്ച് ടൈം കൂടി കഴിയുമ്പോഴത്തേനും അത്യാവശ്യം നന്നായിട്ട് മൂക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കാപ്പിക്കുരു പറിക്കലിൻ്റെ പരിപാടി അങ്ങനെ ഓരോരോ പണികളായിട്ട് ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോഴത്തേനും അടുത്ത് ഇങ്ങനെ വരും. നമ്മൾ ഡയാന കം ഡയാനിക്കതാ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ ആള് അങ്ങോട്ട് ഓടിയിരിക്കണത്. ആളൊന്ന് പോയി പിടിക്കട്ടെ കേട്ടോ. ഡയാന കം ബാ ബാ. എനിക്ക് കഴിച്ചിട്ടും നല്ല സന്തോഷമാണ്. കുറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ നമ്മളിവിടെ പറമ്പിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ നോക്കി നല്ല വെയിലായതുകൊണ്ട് ഫുള്ള് മാനമൊക്കെ തെളിഞ്ഞ്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിലൊക്കെ നല്ല കോടയും തണുപ്പായിരിക്കും. അപ്പോൾ ഇന്ന് നല്ല വെയിലൊക്കെ ആയിട്ട് എന്താ പറയുക, ഫുള്ള് നമുക്ക് നല്ലൊരു അടിപൊളി വ്യൂ തന്നെ ഉണ്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ. ഡയാന ബാബാ കം പോവാ ബാ. അതുപോലെ നമ്മുടെ കാപ്പിക്കുരു ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കാപ്പിക്കുരുമൊക്കെ
മൂക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് അറിയാമല്ലോ മൂപ്പെത്തുന്നത് എങ്ങനെയാണ്. അപ്പം എന്നാലും അതിനനുസരിച്ച് നമ്മൾ പറിച്ച് ഉണക്കിയതിന് ശേഷം നമ്മൾ നേരെ സെയിൽ ചെയ്യാറാണ്. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ കുറച്ച് കാപ്പി വറുത്ത് പൊടിച്ച് നമ്മുടെ വീട്ടാവശ്യത്തിന് എടുക്കുക, അല്ലാതെ ബാക്കിയെല്ലാം നമ്മൾ സെയിൽ ചെയ്യാറാണേ. അപ്പോൾ ആ പോകുന്ന വഴിക്കുന്ന താഴേക്കൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വലിയായിട്ട് ഇങ്ങനെ കുറച്ച് കാപ്പി തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം എല്ലാം ഒരേ സ്റ്റേജിൽ ഇങ്ങനെ മൂത്ത് ഒരേ ലെവലിൽ നിൽക്കുക കേട്ടോ. അതായത് മൂപ്പ് എത്തിയിട്ടില്ല, മൂപ്പ് എത്താൻ പാകത്തിന് ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കുക. പോവാ എൻ്റെ കയ്യിൽ നിന്ന് ആൾ ഗ്ലാസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫ്ലാസ്ക് വാങ്ങിക്കാനായിട്ടോ നിന്നത്. പിന്നെ ഫ്ലാസ്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ ചിലപ്പോൾ ഫ്ലാസ്കും കൂടെ എവിടെയൊക്കെ പോയി വീഴും. അതുകൊണ്ട് ഫ്ലാസ്ക് കൊടുത്തില്ല കേട്ടോ. പോയി പോവാ ബാ അമ്മ പോട്ടെ. ഡയാന വരും ബാ. ഡയാന നമ്മളെക്കാളും ഫ്രണ്ടിലെത്തും, നമ്മളെക്കാട്ടും ഓടി ഫ്രണ്ടിലെത്തും ആള്. ബാ റോഡിൻ്റെ സൈഡിലായിട്ട് കേട്ടോ ചേച്ചിമാരെ പറിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റോഡിലൂടെ പോകണം. അപ്പോൾ അതാണ് കുറച്ചുകൂടി എളുപ്പം. അതേപോലെ തന്നെ വരുന്ന വഴിക്ക് ആ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് അത്യാവശ്യം നല്ല രീതി എന്താ ഈ ഒരു ഫ്ലവർ ഉണ്ട് കേട്ടോ. ഒത്തിരി ഇങ്ങനെ നല്ല രീതിയിൽ സ്പ്രെഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേന് ഈ ഒരു സൈഡിൽ മാത്രമേ, മറ്റേ നമ്മൾ വരുന്ന വഴിക്ക് രണ്ട് സൈഡിൽ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ ഓണമൊക്കെ ആവാനില്ല. അപ്പോൾ അതുകൊണ്ട് ഓണത്തിൻ്റെ ഒക്കെ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നിറച്ച് പൂക്കളായിരിക്കും. ഇതിപ്പോൾ കണ്ടപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഈ ഒരു ഫ്ലവർ ഒരുപാട് നമ്മൾ അത്തപ്പൂക്കളൊക്കെ ഇടാൻ വേണ്ടി ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. ക്ലാസ് കളഞ്ഞോ? അപ്പോൾ ഇതാ അതായിട്ട് ഓർമ്മ കാരണം ഒത്തിരി ഉണ്ട് നിറച്ചിങ്ങനെ കാട് പോയി. പിന്നെ ചെറിയൊരു വള്ളി ഉണ്ടെങ്കിലും അതങ്ങ് പെട്ടെന്ന് സ്പ്രെഡ് ആയിക്കോളൂ കേട്ടോ. ഗ്ലാസ് എടുത്തോ? ബാബാ അവിടെ പോയിട്ട് കഴുകാം നമുക്ക്. നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. ഈ ഒരു നല്ല പൊള്ളുന്നൊരു ചൂടിന് നല്ല തണുത്ത കാറ്റൊരു ആശ്വാസമല്ലേ. അതേപോലെ ഒരു കാറ്റ് വീശുമ്പോൾ നോക്കി ഈ ഒരു ഭാഗം ഫുള്ള് നമ്മുടെ വീടിൻ്റെ ആ ഒരു അച്ചു മുതൽ അങ്ങ് മേള് വരെ നമ്മൾ ഫുള്ളായിട്ട് പുല്ല് നട്ടിരിക്കുകയാണ്. ബ്ലോക്ക് പുല്ലാണ്. നമ്മുടെ കർമ്മി ഉണ്ടായിരുന്ന ടൈമിൽ നമ്മൾ നട്ടിട്ടുള്ള നന്നായിരുന്നപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ പശുക്കുള്ള ആൾക്കാർ ഇങ്ങനെ വെട്ടാറുണ്ട് നമ്മൾ ചോദിച്ചിട്ടൊക്കെ. അപ്പോൾ എല്ലാവരും വെട്ടിയപ്പോൾ ഇപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു. മഴയൊക്കെ പെയ്തപ്പോഴത്തേനും ചൂടൊക്കെ ഫുള്ള് നന്നായിട്ട് ഞങ്ങൾ തണുത്ത് നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ വെട്ടാൻ പരിവായിട്ട് നിൽക്കുന്നത്. കാരണം ഒരുപാട് മൂത്തിട്ടുമില്ല, കറക്റ്റ് പരിവായിട്ട്. അപ്പോൾ നല്ല ചൂടായിരുന്നു, നല്ല സോഫ്റ്റ് വേണം, അത് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് വേണം. എന്നാലും നല്ല അടിപൊളിയായിട്ട് ഫുള്ള് തിക്കായിട്ട് അടിച്ചൊരു ഗ്യാപ്പ് പോലെ നല്ല തിക്കായിട്ട് നമ്മൾ നട്ടുകൊടുക്കണം. അത്രയും നല്ല സെറ്റായിട്ട് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഒരുപാട് എന്നിട്ട് അങ്ങോട്ട് കാറ്റും കൂടി ഇങ്ങനെ അടിക്കുമ്പോഴേ നല്ല തണുത്ത കാറ്റത്ത് ഇങ്ങിട്ട് ഇങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ ഒരു സൗണ്ടോട് കൂടിയിട്ട് ഇങ്ങനെ കാറ്റിലിങ്ങനെ ആടി ഒലഞ്ഞ് നിൽക്കുവാണേ. അത് ഈ ടൈമിൽ നമ്മുടെ കറമ്പിയിൽ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ആൾക്ക് വേണ്ടിയാണ് നമ്മളിത് പ്രധാനമായിട്ട് നട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും നാളെ നമ്മളിപ്പോൾ കൊടുത്തല്ലോ. ഒത്തിരി ഉണ്ട്. നമുക്ക് 2-3-4 പശു ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ലാവിഷായിട്ട് സുഖമായിട്ട് നമുക്ക് വളർത്താൻ പാകത്തിന് പുല്ല് നമുക്ക് എന്തായാലും ഇപ്പോഴും ഉണ്ട് കേട്ടോ. അങ്ങനെ അച്ഛൻ വരെ ടൂപ്പ് വരെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നോക്കി ആകാശത്തുള്ള കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് തെളിഞ്ഞ് കാണാൻ വേണ്ടി പറ്റുന്ന മലകളായാലും മരങ്ങളും മൊത്തത്തിൽ ഒരു നീലാകാശത്തിൻ്റെ സെറ്റപ്പിലേക്ക് കിടക്കുക. കുറച്ച് വൈറ്റും കുറച്ച് ബ്ലൂ ഒക്കെ ആയിരുന്നു. എത്ര ദിവസം ഇത്രയും തെളിഞ്ഞൊരു ആകാശമൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് നല്ല വെയിൽ തന്നെയാണേ. അപ്പോൾ നമുക്ക് ചേച്ചിമാർക്കൊക്കെ ആണെങ്കിൽ പറമ്പിലായാലും പണി ചെയ്യാനാണെങ്കിൽ നല്ലൊരു എനർജി ആയിട്ട് ചെയ്യും കൂടി ചെയ്യും. പിന്നെ ഏടത്തിൻ്റെ ഉള്ളിലേക്ക് ആയതുകൊണ്ട് അവർക്കായാലും അങ്ങനെ വെയിലോ കാര്യങ്ങളൊന്നും അറിയൂല. കാരണം നല്ല തണലുണ്ടല്ലോ ഏലത്തിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ. എന്നാൽ പുറത്ത് നല്ല വെയിലുമാണ്. വെയിൽ നല്ല വെയിലായതുകൊണ്ട് തന്നെ മണ്ണൊക്കെ അവിടെ ഈ ഗ്യാപ്പിൽ കൂടി സ്ഥലം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഡയന പോയിട്ടുണ്ട്. മണ്ണൊക്കെ ഇങ്ങനെ സ്ലിപ്പാവുന്നൊന്നും പേടിക്കണം കേട്ടോ. ഫുള്ള് നല്ല ഉണങ്ങി കിടക്കുന്ന പുല്ല് മണ്ണൊക്കെ എടുക്കാനോ കുറച്ച് അപ്പുറത്ത് എടുക്കാം. ഗ്ലാസ് പിടിച്ചാൽ മതി.
ടാസ്കിലായതുകൊണ്ടേ അവർക്ക് കൊടുക്കണ്ട, അവരിരിക്കട്ടെ. അവര് തിരക്ക് പിടിച്ച പണിയില്ല അല്ലേ, അവരവിടെ ഇരിക്കട്ടെ. നല്ല ചൂടാവണം കുട്ടി. ചൂട് കേട്ടോ, ഒപ്പം കുടിക്കണ്ട. ചൂട് പോട്ടെ. ക്രിസ്മസ് കൊടുക്കട്ടെ കേട്ടോ, അത്യാവശ്യം കുറച്ച് തണുക്കും. നമ്മുടെ ആവണിക്കൂടി ചേച്ചിമാരെ അവിടെ കാവറിക്കുന്നതിന് കൂടുതൽ ആൾ കാവറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആൾ പറിച്ചിടുന്നിട്ട് ബക്കറ്റിൽ. അപ്പോൾ എന്തായാലും ആ ഒരു സമയം കൊണ്ട് നമ്മളിതാ വാഴക്കൊല വെട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതായിട്ടും വാഴക്കൊല വെട്ടാൻ വേണ്ടി തുടങ്ങിയിട്ട് അപ്പോൾ കഴിഞ്ഞിട്ട് ഒരുപാടൊന്നും ഇല്ല കേട്ടോ കൊല വെട്ടാൻ വരുമ്പോൾ ഇതാ കുറച്ചേ ഉള്ളൂ. പിന്നെ ഒരുപാട് മൂത്തൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ കൂട്ടത്തിൽ മൂത്ത നോക്കിയിട്ട് ഇതാ വെട്ടുവാണേ. നമ്മുടെ ഒരുവിധം വാഴക്കൊലെല്ലാം നമ്മൾ ഈ കൊല്ലത്തിൽ നമ്മൾ വെട്ടി തീർന്നിട്ടുണ്ടേ. നന്നായിട്ട് മൂത്തിട്ട് നോക്കി കളർ തന്നെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് ഇത്. നമ്മളെ ഡയാന നമ്മളുടെ ചുറ്റി പറ്റി ഇതാ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ആള്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വെച്ചു കൊടുത്ത വാഴയിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം വെട്ടി തീർന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഒരു 5-6 കൊലയ്ക്ക് നമുക്ക് വെട്ടാൻ ഉണ്ടാവുള്ളൂ. അതിനിപ്പോൾ മൂത്ത് തുടങ്ങണം. ഇന്നിപ്പോൾ എന്തായാലും അധികമൊന്നും ഇല്ല കേട്ടോ വെട്ടാൻ. എന്തായാലും എല്ലാം മൂത്ത് നോക്കിയിട്ട് നമുക്കൊന്ന് വെട്ടാന്ന് ചോദിച്ചാണ്. എന്താണ് നടന്ന് മടുത്തോ? മൂടിച്ചാടി നടക്കുമായിരുന്നല്ലോ, കിതയ്ക്കുന്നുണ്ട് നന്നായിട്ട്. ആവണിക്കുട്ടി അവിടെ എന്തൊക്കെ കാണിച്ചോന്ന് അറിയില്ല കേട്ടോ. ചേച്ചിമാരുടെ കൂടെ പോയിട്ട് പറിക്കൽ തന്നെയാണേ കായ. നമുക്ക് അടുത്തൊരു പണി വരുന്നതാ നമ്മുടെ ഇഞ്ചി ആട്ടോ. അപ്പോൾ ഈ ഒരു ഇഞ്ചി നമ്മൾ കണ്ടായിട്ട് ഇങ്ങനെ വെട്ടിയിട്ട് നമ്മൾ ഇവിടെയൊക്കെ ഇല്ലിക്കൂട്ടായിരുന്നു. അപ്പോൾ ഇല്ലിക്കൂട്ട് നിന്ന് അവിടെയൊക്കെ നമ്മൾ ഒന്ന് സ്ഥലം പരമാവധി യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കാട് കയറി തുടങ്ങിയിട്ട് എല്ലാം നമ്മൾ നട്ടത് എല്ലാം മുളച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഇപ്പോൾ കാട് കയറിയിരിക്കുകയാണെന്നാലും കാട് നമുക്ക് കളയലാണ്. ഇഞ്ചിയുടെയും മഞ്ഞളുടെ ഒക്കെ കാട് കളയാൻ വേണ്ടി ആയിട്ടുണ്ടെന്നാലും അതൊക്കെ നമുക്ക് ഈ ഒരു പണി തീർത്തിട്ട് വേണം നമുക്ക് ആ ഒരു പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇഞ്ചി ചെയ്ത് അതേപോലെ തന്നെ കാട് എന്നറിയാത്ത രീതിയിലാട്ടോ കാട് കയറിയിട്ടുള്ളത് ഒരുപാടുണ്ടല്ലേ. നമുക്ക് അധികം വൈകാതെ ഇത് കാടൊക്കെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് കളയാം. അങ്ങനെ നമ്മുടെ ഏലക്കായ പറിക്കിട്ട് ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി ഡയാനതാ ഓടിച്ചാടി നടക്കുന്നുണ്ട്. നമ്മുടെ ആവണിക്കുട്ടി ഇതാ മറ്റേ ചേച്ചിമാരുടെ കൂടെ ഇപ്പോൾ ഇതാ ഓരോരുത്തരും സെക്ഷനായിട്ടാണല്ലോ പറിക്കുന്നത്. കുറച്ച് പേര് ഇവിടെ, കുറച്ച് പേര് അവിടെ ആയിട്ട് ഇങ്ങനെ. രക്ഷയില്ലാത്ത വെയിലാണേ. ഇത് നമ്മളിതിന് മുന്നായിട്ട് വെട്ടിയിട്ടുള്ള വാഴയുടെ ഒരു തടകളൊക്കെ ഫുള്ള് ഇങ്ങനെ കിടക്കുവാണത്. നമ്മൾ താഴെ നോക്കി നടന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഉരുണ്ട് താഴെ എത്താനും ചാൻസ് ഉണ്ട്. ഞാൻ നോക്കി വന്നപ്പോഴാണ് ഇവിടെയും ഒരെണ്ണം മൂത്തിട്ടുണ്ടെന്നാലും അതുകൂടി നമുക്കൊന്ന് വെട്ടിയെടുക്കാം. കൊലകളൊക്കെ തീർന്നു കേട്ടോ ഇപ്രാവശ്യത്തെ. അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം നല്ല ഉഷാറായിട്ട് കയറി വരുന്നുണ്ട്. ഇപ്പോൾ വളങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ കൊടുത്തപ്പോൾ പിന്നെ ഇടയ്ക്ക് ഒരു മഴ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ വെയിൽ, അതെല്ലാം കാലാവസ്ഥയൊക്കെ അനുയോജിച്ചായതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കയറി വരുന്നുണ്ട്. പിന്നെ നമുക്ക് മരുന്നടിക്കലായാലും അതുപോലെ തന്നെ വളം ചെയ്യലൊക്കെ ആയാലും കറക്റ്റ് ടൈമിന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ അഫക്റ്റ് ചെയ്യും കേട്ടോ, ദോഷകരമായിട്ടൊക്കെ തന്നെ. അപ്പം അതൊക്കെ നമ്മൾ കറക്റ്റ് ടൈമിൽ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അത് കയറി വരുന്നുണ്ട് കേട്ടോ. എന്താ ഞാനാ അവിടെ ആയിട്ടൊരെണ്ണം പൂത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് ഒന്ന് പോവാം. ഇവിടെയൊക്കെ കാട് കളയാനായിട്ടുണ്ട്. നമുക്ക് മൊത്തമായിട്ട് ഇഞ്ചിയുടെയും മഞ്ഞളുടെയും കളയുന്ന കൂട്ടത്തിൽ നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ ചെയ്യണം. അപ്പം മൊത്തമായിട്ടുള്ള കളകളൊക്കെ നമുക്ക് ഇപ്പോൾ ഇഞ്ചി മഞ്ഞളൊക്കെ ആണെങ്കിൽ ഏട്ടൻ പണിക്കാരെയൊക്കെ നിർത്തിയിട്ട് അവിടെ ചെയ്യാറ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഏട്ടൻ തന്നെ മെഷീൻ കാർഡ് വെട്ടാറുണ്ട്. ടൈം കിട്ടുന്നതനുസരിച്ചിട്ടല്ല, അതുകൊണ്ട് നമ്മൾ ആരെയൊക്കെ നിർത്തിയിട്ട് തന്നെ ചെയ്യും. ഇതാ വെട്ടിയ കൊലയൊക്കെ എടുത്തിട്ട് അങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി പതുക്കെ പോകാം. കാരണം ഇവിടുത്തേക്ക് കൊലകൾ നമ്മൾ വെട്ടി തീർന്നെങ്കിൽ നമുക്ക് മേളിലേക്ക് ഉണ്ടോ നോക്കി നോക്കാം. മൂത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നലെ കൈയോടങ്ങ് വെട്ടാം. മുമ്പ് വണ്ടി പോയിന്ന്. എവിടെ? നമ്മളിപ്പോൾ ഇവിടെ പറമ്പിൽ വന്നിട്ട് കുറച്ച് ടൈം ആയിട്ടുണ്ടല്ലോ. ആവണിക്കുട്ടി എൻ്റെ തോർത്തൊക്കെ വാങ്ങിയിട്ട് ആളുടെ തലയിൽ കെട്ടിയിരിക്കുവാണ്. എത്ര നേരം ഇപ്പോൾ തലയിൽ തോർത്ത് ഉണ്ടാവും അറിയില്ല കേട്ടോ. കാരണം തലയിൽ തോർത്തിലിട്ട് പണിയുന്നുണ്ട്. എന്തായാലും അഴിച്ച് കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി ആൾ ഇവിടുന്ന് കുറച്ച് നേരം കളിക്കുന്നുണ്ടാവുക. കാ പറിക്കാൻ വേണ്ടി നിർത്തിയാളേ നൈസായിട്ട് ഇലയൊക്കെ കേട്ടോ പറിച്ച് താഴെ ഇടാൻ വേണ്ടി പോണത്.
പുറത്ത് നല്ല വെയിലിൻ്റെ ചൂടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റും നിൽക്കുമ്പോൾ ഒരു വെയിലും അറിയുന്നില്ല. നല്ല തണലും കാപറിക്കലൊക്കെ ഇതാ അവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ പതുക്കുന്ന മേളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കൊലവെട്ടലും കഴിഞ്ഞുകൊണ്ട് നമ്മുടെ ഒരുപാട് കൊലയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, കുറച്ചിലുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇനി മേളിലേക്ക് കയറ്റാൻ കേട്ടോ. ഒരു 5-6 കൊലയേ ഉള്ളൂ. അപ്പോൾ കയറ്റിട്ട് അതാ മേളിൽ കയറ്റിക്കൊണ്ടിരിക്കുവാണേ. വെയിലൊരു രക്ഷയില്ലാത്ത വെയിലാണ്. നമ്മുടെ ആൺകുട്ടി കൂടെ കുറേ നേരം ഇവിടെ നിൽക്കാനും വെയിലിൻ്റെ ശക്തി അറിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ ഞാനിതാ കൊടുത്തിട്ടുള്ള ദൂരത്ത് നമ്മുടെ ആൺകുട്ടിക്ക് കെട്ടിക്കൊടുത്തിരിക്കുവാണേ. ഇവിടെ എന്താ തലയിൽ എന്താ അത് ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല വെയിലല്ലോ എന്നാലും ആളുടെ തലയിൽ അങ്ങനെ കെട്ടിക്കൊടുത്തു. ഇവിടുത്തെ മേളിലേക്ക് നല്ലൊരു കയറ്റം തന്നെയാണേ. അതുകൊണ്ടാണ് കേട്ടോ സംസാരിക്കുമ്പോൾ കിതയ്ക്കുന്നത്. നല്ല കയറ്റാണ്. ഇറങ്ങി വരുമ്പോൾ നമ്മൾ അറിയേയില്ല കേട്ടോ ഇറക്കായതുകൊണ്ടേ. പിന്നെ അവിടെ കൂടെയൊക്കെ നടന്ന് കയറ്റം കയറുമ്പോഴത്തേനും അടുത്ത് കൂട്ടോ. അങ്ങനെ ഞങ്ങൾ മേളിലെത്തിയില്ല. പിന്നെ മേളിലെത്തി സന്തോഷത്തിലാണോ? കയറി വന്നത് ആവണിക്കുട്ടിയെന്നാണോ തോന്നുന്നത് കണ്ടിട്ട്. എന്തായാലും അവിടെ കുറേ നേരം ചേച്ചിമാരോടെ ഓടിച്ചാടി കളിക്കുന്ന ആൾ നമ്മൾ അടുത്തു നിന്ന് തോന്നിട്ടതാ. കുറച്ചെടുത്താ റോട്ടിൽ കയറി ഇരുന്നുണ്ട്. പിന്നെ നേരെ പോവാ ഓടിച്ചാടി കളിക്കാൻ വേണ്ടി ആൾക്ക് പിന്നെ നല്ല ഇഷ്ടമാണ്. നമ്മൾ പോവാ ഓടി വാ. അയ്യോ ഓടി വരികയാണ്. അട്ടയില്ലാത്തതുകൊണ്ട് പിന്നെ സുഖമായി കളിക്കും കൂടി ചെയ്യാലോ. പോവാണോ പിന്നെയും? ബൈ. എന്നാലും ഫുഡ് കഴിക്കുന്ന ഒരു ടൈമൊക്കെ ഏകദേശം ആവാനായിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുമായിരിക്കും. അപ്പം നമുക്കൊന്ന് പോയി അവിടെ ഒന്ന് സെറ്റാക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ പോകാം കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ കയറി കണ്ടതിന് ശേഷം വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത കൂടുതലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണുന്നത്. അപ്പോൾ ബായ്. നല്ല തണുത്ത കാറ്റും കയറ്റും കയറി വന്നപ്പോഴത്തേനും നല്ലൊരു തണുത്ത കാറ്റോട് നോക്കുമ്പോഴേ നമുക്ക് ആ ഒരു കയറ്റം കയറി വന്നതിൻ്റെ ആ ഒരു എനർജി പോയത് ഫുള്ള് നമുക്ക് തിരിച്ചിടുന്ന പോലെ ഒരു പ്രത്യേക ഒരു ആശ്വാസമാണ് ഈ ഒരു തണുത്ത കാറ്റും വേണ്ടി നിൽക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ എന്താണ് നേരെ വീട്ടിലേക്ക് വേണം. എന്നാലും ബൈ.